നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. നടനാചാര്യന്റെ ഓർമ്മ പുതുക്കി തൃശൂരിൽ സാംസ്കാരിക സംഗമവും പുരസ്കാര സമർപ്പണവും നടന്നു. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാവിജയന് പുരസ്കാരം സമ്മാനിച്ചു. നടനാചാര്യൻ ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ 118ാമത് ജന്മദിന വാർഷികവും ഗുരു ഗോപിനാഥ് ട്രസ്റ്റിന്റെ 30ാം വാർഷികവും അവാർഡ് ദാനച്ചടങ്ങും തൃശൂർ കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ നിർവഹിച്ചു. ഞാൻ ആദ്യമായി കാണുന്നത് ഒരു യുവജനോത്സവ വേദിയിലാണ് വർഷങ്ങൾക്ക് മുൻപ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മഹത്തായ കലാരൂപം അതിന് മറ്റൊരു സവിശേഷത കൂടെ ഉണ്ട്. കലാമണ്ഡലത്തിൻ്റെ ഒപ്പം കലാമണ്ഡലം 1930 തുടങ്ങിയെങ്കിൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ മാത്രം പ്രചരിക്കപ്പെട്ടിരുന്ന, കേരളത്തിൽ മാത്രം അഭ്യസിച്ചിരുന്ന ഈ ഒരു കലാരൂപത്തെ കടൽ കടത്താൻ ഗുരുജിക്കായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കഥകളി രക്ഷപ്പെടണമെങ്കിൽ കടൽ കടക്കണമെന്ന് വള്ളത്തോളിനെ ഉപദേശിച്ചത് ടാഗോറാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കലാരൂപത്തിൻ്റെ പ്രാപ്യത അത് എത്രത്തോളം പ്രചാരത്തിലെത്തിക്കാൻ സാധിക്കും. 50,000 പേര് കാണുമ്പോഴാണ് ചിലപ്പോൾ 5 പേര് അതിൽ താല്പര്യത്തോടെ വരുന്നത്. ഇപ്പം നങ്ങ്യാർകൂത്ത് കേരളത്തിലൊരു 200 അല്ലെങ്കിൽ 300 400 കുട്ടികളെങ്കിലും പഠിക്കുന്നുണ്ടാവും. പക്ഷെ കലാമണ്ഡലത്തിൽ പഠിക്കാൻ വരുന്നത് ചിലപ്പോൾ 1 2 കുട്ടികളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ യുവതലമുറയ്ക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്കിത് അനുഭവവേദ്യമാക്കുക എന്നത് തീർച്ചയായിട്ടും ഈ തലമുറയിലെ മുതിർന്നവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ അർത്ഥത്തിൽ ഗുരു ഗോപിനാഥ് ട്രസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനം അങ്ങേയറ്റം സ്തുത്യർഹമാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ശില്പശാല ഉൾപ്പെടെ അതിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് കേരള നടനത്തിൻ്റെ വിദ്യാർത്ഥികളോ മാത്രമായിരുന്നില്ല, കേരളത്തിലെ പല ജില്ലകളിലെ അധ്യാപകരും കേരള കലാമണ്ഡലത്തിലെ കഥകളി വിഭാഗത്തിലെ അധ്യാപകരുൾപ്പെടെ ഈ ശില്പശാലയിൽ പങ്കെടുത്തു എന്നത് ഒരിക്കലും കല മരിക്കുന്നില്ല, ജീവിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. ട്രസ്റ്റ് പ്രസിഡന്റും പ്രശസ്ത മേള പ്രമാണിയുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇത്തവണത്തെ ഗുരു ഗോപിനാഥ് പുരസ്കാരമായ ലാസ്യമോഹിനി പുരസ്കാരം പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാവിജയന് ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു. ഡോക്ടർ NB വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ പ്രൊഫസർ നന്ദൻകോട് വിനയചന്ദ്രൻ, കേരള നടന ഗുരു, കലാമണ്ഡലം സത്യവ്രതൻ, നടൻ ശ്രീരാമദാസ്, ഭാസ്കരൻ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി VK ചെല്ലപ്പൻ നായർ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കഥകളിയിലുള്ള കലാശങ്ങൾ കോർത്തിണക്കി ചെയ്യുന്ന ഒരു കലാരൂപം കൂടിയാണ് കേരള നടനം. അതുകൊണ്ട് തന്നെ ഇത് കണ്ടതിന് ശേഷം ഓരോ സ്ഥലത്തായാലും അത് കാണാനുള്ള മോഹം കൂടി വന്നിട്ട് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളൂ. അതിൻ്റെ അത്യുത്സാഹത്തിൽ ഈ കഴിഞ്ഞ മട്ടന്നൂർ ഉത്സവകാലത്ത് ഒരു കേരള നടനം പരിപാടി ഞാൻ മുഖാന്തരം അവിടെയും കൂടി നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് എല്ലപ്പൻ സാറും ലേഖ ചേച്ചിയും വന്ന് കൃത്യമായി നിർവഹിച്ച് തന്നു എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം കലാരൂപങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ഈ കലാരൂപം എന്നെന്നും നിലനിൽക്കണം എന്ന് നാം ആഗ്രഹിക്കണം. പ്രത്യേകിച്ചും സർക്കാർ തലത്തിലും സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ കൃത്യമായിട്ട് കേരള നടനം ഒരു വിഷയമായിട്ട് കൊണ്ടുവന്നതിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആദ്യം കൊടുക്കേണ്ടത് ചെല്ലപ്പൻ സാറിനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകാൻ ഞാനിപ്പോൾ ലേഖ ചേച്ചി ചോദിച്ചു, ഇതിനൊരു പ്രസിഡന്റ് മാറ്റമൊക്കെ വേണ്ടേ, ഇതിനു മുമ്പേ നേടിക്കൊണ്ട് വേണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷമാണ് എന്നെ ഈ ചുമതല അവർ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പൊന്നും വേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ എന്ന് ലേഖ ചേച്ചി ഉൾപ്പെടെ പറയുന്നു. പ്രൊഫസർ S ലേഖ തങ്കച്ചി സ്വാഗതവും സെക്രട്ടറി DN വേണുഗോപാൽ നന്ദിയും രേഖപ്പെടുത്തി. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കാണികളെ ആകർഷിച്ചുകൊണ്ട് മനോഹരമായ കേരള നടനം നൃത്താവതരണവും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് CCV.